ആ സ്ഥലത്ത് വണ്ടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾക്കിപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു. മണ്ണെടുക്കുന്നുണ്ട്. അത് റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മണ്ണെടുക്കലാണ്. കൂടുതൽ മണ്ണിടിയെന്നാണ് പറയുന്നത്. കർണാടകയിലെ അങ്കോലയിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ്. അർജുന്റെ കുടുംബം വളരെ ആകാംക്ഷയോടുകൂടി വിവരങ്ങൾ അറിയാൻ വേണ്ടി കോഴിക്കോട്ടെ വസതിയിൽ കാത്തു നിൽക്കുകയാണ്. കേരളം ഒന്നാകെ അർജുൻ ജീവനോടെ തിരികെ എത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയിലുമാണ്. ലോറി പുഴയിൽ വീണിട്ടില്ല എന്ന നാവികസേന തിരച്ചിലിൽ ഏതാണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഗംഗാവതി നദിയിൽ മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ പരിശോധന നടത്തിയിട്ടുണ്ട്. വാഹനത്തിന്റെ പുതിയ GPS വിവരങ്ങൾ തിരച്ചിൽ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സിഗ്നൽ ലഭിച്ച ഭാഗത്ത് ഇപ്പോൾ പരിശോധന തുടങ്ങി എന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അല്പം മുൻപ് 24-മായി സംസാരിച്ചപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്താണ് മന്ത്രി KB ഗണേഷ് കുമാറിന് ലഭിച്ചിട്ടുള്ള വിവരം എന്ന് നമുക്ക് നോക്കാം. ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അത് ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തു. അവിടെയാണ് ഇപ്പം, ആ സ്പോട്ടിലാണ്. അതിനോടനുബന്ധിച്ച് ആ സ്പോട്ട് എക്സാക്ട്ലി ആ സ്പോട്ട് ആയിരിക്കില്ല. GPS സിഗ്നലിൽ ഇത് ഒഴുകിയൊന്നും പോയിട്ടില്ലെന്നാണ് കാണുന്നത്. കാരണം ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. വെള്ളത്തിലാണെങ്കിൽ ഒഴുകിയാണ്. റോഡിന്റെ ഈ ഒരു മറുവശത്താണ്, ഈ ഇടതുവശത്താണ്. ഇവിടുന്ന് വടക്കോട്ട് നോർത്തിലേക്ക് പോകുമ്പോൾ ഇടതുവശത്താണ് നദിയുള്ളത്. പക്ഷെ ഈ നദിയുടെ അപ്പുറത്തല്ല, ഇപ്പുറ സൈഡിലാണ് ഇപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്നത്. നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ മണ്ണിടിഞ്ഞ് വന്ന് ഇതിന്റെ പുറത്ത് വീണതായിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഇപ്പം ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ജില്ലാ കളക്ടറോട് ഞാൻ ഇപ്പൊ സംസാരിച്ചു. മാഡം പറഞ്ഞത് ഇപ്പൊ തന്നെ അവിടെ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുഴിച്ചു പരിശോധിക്കാൻ പോകുന്നു. അതുകൂടാതെ 20 മീറ്റർ താഴ്ചയുള്ള മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞ ഈ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം, സ്ഥിരീകരിക്കപ്പെട്ട വിവരം. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് മണ്ണ് മാറ്റി ലോറി നിൽക്കുന്ന സ്ഥലത്ത് പരിശോധന കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നതാണ്. ആ തെരച്ചിൽ നമ്മളെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം GPS സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി ലോറി കിടക്കുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ കരുതിയിരുന്നത് പോലെ പുഴയ്ക്കരികിലോ പുഴയിലേക്ക് വീഴുന്ന ഘട്ടത്തിലോ അല്ല, അത് മണ്ണിടിഞ്ഞു കിടക്കുന്ന റോഡിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവിടം കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകളിലേക്ക് കടക്കുന്നു. അതിനാണ് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കാൻ പോകുന്നു എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അല്പം മുൻപ് 24-നോട് പറഞ്ഞത്. GPS ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കം ചെയ്യുകയാണ് ഇനിയുള്ള ദൗത്യം. മെറ്റൽ ഡിറ്റക്ടറും പരിശോധനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയെന്ന് ഉത്തര കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ ലക്ഷ്മി പ്രിയ 24-നോട് പറഞ്ഞു. അവരുടെ വാക്കുകളിലേക്ക്. It is going on. It is continuously being done. We are doing a rescue on that person. Navy is there. Our NDRF team is there. The highway people are also there. Both on land as well as in the river we are searching. Both ways we are searching. Maybe we have requested for divers. So they were taking their help. Here we are trying to metal detectors also. We are trying. We still not got. We are still trying. We cannot put more teams because this land is unstable. The present team we will slowly work. 3-4 ദിവസമാകുന്നു അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാതായിട്ട്. അർജുൻ അടങ്ങുന്ന ഒരുപാട് പേർ, ഏതാണ്ട് 15ഓളം പേരെ കാണാതായിട്ടുണ്ടായിരുന്നു. 7 മൃതദേഹങ്ങൾ കണ്ടെടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് അർജുൻ സഞ്ചരിച്ച ലോറി അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തന മന്ദഗതിയിലാണെന്ന ആരോപണം കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇന്ന് രാവിലെയും അർജുന്റെ ഫോൺ റിങ് ചെയ്തു എന്നാണ് ഭാര്യ 24-നോട് പറഞ്ഞത്. തെരച്ചിലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ഈ വൈകുന്നേരം നമുക്കൊപ്പം ചേരുന്നു. പ്രാർത്ഥനകളോടെ കേരളം കാത്തിരിക്കുന്നത് അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകാൻ വേണ്ടിയാണ്. അർജുന്റെ കുടുംബം വളരെ ആകാംക്ഷയോടുകൂടി, ആശങ്കയോടുകൂടി കോഴിക്കോട്ടെ വസതിയിൽ കാത്തു നിൽക്കുകയാണ്. അർജുനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട സന്തോഷകരമായ വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ. അരുൺ പൂപ്പറമ്പ, അരുൺ ഇപ്പോഴുള്ളത് ശിരൂർ. ഈ സംഭവം നടന്നിരിക്കുന്ന ശിരൂരിലേക്കുള്ള യാത്രാമധ്യേ അരുൺ പൂപ്പറമ്പ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത്
ഘട്ടത്തിലായി തെരച്ചിൽ, എവിടെ വരെ തെരച്ചിൽ എത്തി നിൽക്കുന്നു എന്ന കാര്യമാണ് സജോ ദേവസ്യ നമ്മളോട് പറയാൻ പോകുന്നത്. അർജുൻ്റെ വീട് കോഴിക്കോടാണ്. കോഴിക്കോട്ടെ അർജുൻ്റെ വീട്ടിൽ സമീർ സി മുഹമ്മദ് ഉണ്ട്. വളരെ ആശങ്കയിൽ ആ കുടുംബം കഴിയുന്നു. ഈ ഘട്ടത്തിൽ അവർക്ക് എന്തെല്ലാം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്, അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് അറിയാനുള്ളത്. ഷിരൂരിലേക്കുള്ള യാത്രാമധ്യേ അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ തത്സമയം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഏറ്റവും പുതിയ വിവരം എന്താണ് അരുൺ തെരച്ചിലിന്റെ? പുതിയതായിട്ട് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എന്തായാലും ഈ ലോറി പുഴയിലല്ല എന്ന കാര്യം എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, ഈ GPS ലൊക്കേഷൻ വീണ്ടും ലഭിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് ഇത് മണ്ണിനടിയിൽ തന്നെയാണ് ലോറി ഉള്ളത് എന്ന വ്യക്തത വരുന്നു. പിന്നീട് നേവി ഒരു പ്രാഥമികമായിട്ടുള്ള തെരച്ചിൽ കൂടി പുഴയിൽ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ അർജുന്റെ ഫോൺ ലൊക്കേഷൻ കൂടി ഈ പുഴക്കടുത്തല്ല എന്ന് സൈബർ സെൽ കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയിലല്ല ലോറി ഉള്ളത് എന്ന് ഏകദേശം നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും. രക്ഷാപ്രവർത്തകരും ആ നിഗമനത്തിൽ തന്നെയാണുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന്റെ ലോറിയുടെ GPS ലൊക്കേഷൻ ലഭിച്ച ആ ഇടത്താണ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വലിയൊരു മൺകൂനയാണ്. ആ മൺകൂനയുടെ 2 ഭാഗങ്ങളിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ GPS ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് മണ്ണ് കുഴിച്ചും തെരച്ചിൽ നടത്തുന്നുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങളുടെ സഹായം കൂടി ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. NDRF-ഉം നേവിയും ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. നിലവിൽ തെരച്ചിൽ അല്പം കൂടി വേഗത്തിലായിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. അല്പസമയം മുമ്പ് മഴ മാറി നിന്നിരുന്നു. വീണ്ടും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് പ്രാദേശികമായി അവിടുന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ മഴ ശക്തമായി പെയ്താൽ ഈ രക്ഷാപ്രവർത്തനത്തിന് അത് വീണ്ടും തിരിച്ചടിയാകും. നമുക്ക് ആ സ്ഥലത്തിന്റെ ഒരു ഭൂപ്രകൃതി അറിയാം. അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇതൊരു മണ്ണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വലിയ കുന്ന് തന്നെയാണ് ഇടിഞ്ഞ് താഴേക്ക് വീണത്. അത് മനസ്സിലാകുന്നുണ്ട് അരുൺ. അപ്പൊ അരുൺ, നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അർജുന്റെ കുടുംബം അർജുനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ ഇടയ്ക്ക് ഓൺ ആവുകയും പിന്നീട് ഓഫ് ആയി മാറുകയും പിന്നീട് വീണ്ടും ഇപ്പോൾ ഇന്നലെ രാത്രി വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ അർജുന്റെ ഫോൺ കോളിൽ റിങ് പോയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത്, ഭാര്യ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ റോഡിൽ നിന്ന് തെന്നി മാറി പുഴയിലേക്കൊക്കെ ഈ ലോറി വീണിരിക്കാം എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ എത്തി പരിശോധന നടത്തി. ലോറി പുഴയിലല്ല, അത് മണ്ണിടിഞ്ഞു കിടക്കുന്ന റോഡിന്റെ അരികിൽ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും നാവികസേന അവിടെ എത്തിയതിനു ശേഷം അവർ ആദ്യം ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഇത് എവിടെയാണ് ഈ ലോറി ഉണ്ടാവുക എന്ന കാര്യത്തിലാണ്. അതിനാണ് അവർ ഈ സാങ്കേതിക വിദഗ്ധരുടെ ഉൾപ്പെടെ സഹായം തേടിയത്. GPS ലൊക്കേഷൻ ഈ രക്ഷാപ്രവർത്തകർക്ക് കൈമാറിയിരുന്നു, അവിടുത്തെ സാങ്കേതിക വിദഗ്ധർക്ക് കൈമാറിയിരുന്നു. പോലീസ് സമാന്തരമായി തന്നെ ഈ ഫോണിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ നോക്കിയിരുന്നു. സൈബർ സെൽ പറയുന്ന അനുസരിച്ച് ഇന്ന് രാവിലെ 10:32 വരെ ഈ അർജുന്റെ ഫോണ് ഓൺ ആയിരുന്നു എന്നതാണ് ആ സൈബർ സെല്ലിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിന്റെ ലൊക്കേഷൻ ഈ പുഴയുടെ അടുത്തല്ല എന്നുള്ളത് സൈബർ സെല്ല് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ GPS ലൊക്കേഷനും പുതിയതായി ലഭിക്കുന്ന ലൊക്കേഷനും ഈ പുഴക്കടുത്തല്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ലഭിച്ച മൃതദേഹങ്ങളിൽ 4 മൃതദേഹങ്ങൾ ഈ പുഴയിൽ നിന്നാണ് ലഭിച്ചത്. ഒരുപക്ഷെ അവിടെ റോഡരികിൽ വിശ്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ മണ്ണിടിച്ചിലുണ്ടായി, അങ്ങനെ പുഴയിലേക്ക് അകപ്പെട്ടു എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. നേരത്തെ അപകടത്തിൽപ്പെട്ടവർ അങ്ങനെ ഈ പുഴയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ സാധ്യത തള്ളിക്കളയാതിരുന്നത്. എന്നാൽ നിലവിൽ എന്തായാലും ഈ പുഴയിലല്ല എന്ന കാര്യത്തിലൊരു നിഗമനത്തിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ണിനടിയിൽ ഈ ലോറി ഉണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരിച്ചു. മാത്രമല്ല അരുൺ, നേരത്തെ തന്നെ ഭാരത് ബെൻസ് പറഞ്ഞത്, അവരുടെ കമ്പനി തന്നെ പറഞ്ഞത് ഈ GPS ലൊക്കേഷൻ അനുസരിച്ച് മണ്ണിനടിയിൽ ലോറി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അരുൺ, മാത്രമല്ല നോക്കൂ, കേരളം വളരെ പ്രാർത്ഥനയോടുകൂടി അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതൊരു വെറും വാക്കായിട്ട് പറയുന്നതല്ല. യൂട്യൂബിലെ പല അതായത് പ്രവാസികൾ അടക്കമുള്ളവർ അവരുടെ പ്രാർത്ഥനകളോടുകൂടിയുള്ള ഈ തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതിനെക്കുറിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു അത്ഭുതം സംഭവിക്കും, അർജുൻ തിരികെ വരും
എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അർജുൻ ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവും കിട്ടുന്ന വിവരം എത്രയും വേഗം എത്തിച്ചു കൊടുക്കണേ എന്ന പ്രാർത്ഥനയുണ്ട്. അതോടൊപ്പം മറ്റു പലരും ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിച്ച് അർജുൻ തിരികെ വരുന്നേക്കും, അങ്ങനെ ഒരു മഹാത്ഭുതം സംഭവിച്ചേക്കും എന്നൊക്കെ പറയുന്നത്. ഏതായാലും അവരുടെ പ്രാർത്ഥനകളും അവരുടെ പ്രതീക്ഷകളും ഒക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് കരുതാം. അരുൺ പൂപ്പറമ്പ, നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം ഏറ്റവും പുതിയ വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള മലയാളികൾ വളരെ ആകാംക്ഷയോടുകൂടി ഇപ്പോൾ ഈ വാർത്ത അറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. 4 ദിവസമായി അർജുൻ സഞ്ചരിച്ച വാഹനത്തെക്കുറിച്ച്, ലോറിയെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതായിട്ട്, ഈ ലോറി മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടും ഏതാണ്ട് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നൊക്കെ ഒരു ഭാഗത്ത് വിമർശനങ്ങൾ ഉയരുമ്പോഴും ഈ വലിയ മഴയിൽ മണ്ണിടിച്ചിൽ, ഒരു കുന്ന് പൂർണ്ണമായി ഇടിഞ്ഞ് അത് പുഴയിലേക്ക് വീണിരിക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായി ചില തടസ്സങ്ങളും പരിമിതികളുമുണ്ട്. ഏതായാലും വളരെ ഊർജ്ജസ്വലമായി ഈ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഘട്ടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നിലവിൽ ഇപ്പോൾ GPS സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി ലോറി ആ റോഡിന്റെ അരികിൽ മണ്ണിനടിയിൽ, മൺകൂനയ്ക്കടിയിൽ കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ എക്സാക്റ്റ് ആയിട്ട് കൃത്യതയോടുകൂടി ലോറി അവിടെ കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. എങ്കിലും GPS സംവിധാനങ്ങൾ നൽകുന്ന സന്ദേശമനുസരിച്ച് ലോറി എവിടെ കിടക്കുന്നു എന്ന് ഏതാണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടം കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ മണ്ണ് നീക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. NDRF സംഘവും പോലീസും നേരത്തെ തന്നെ വളരെ ഊർജിതമായി അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ കനത്ത മഴ ഒരു ഘട്ടത്തിൽ ഈ തെരച്ചിലിന് തടസ്സമായി മാറുകയും ചെയ്തു. ഇപ്പോൾ നാവികസേനയുടെ സംഘം എത്തി അവിടെ ഡൈവേഴ്സ് പുഴയിൽ തിരച്ചിൽ നടത്തി. അങ്ങനെ പുഴയിൽ നിന്ന് മൃതദേഹങ്ങളൊന്നും പുതുതായി കണ്ടെടുത്തിട്ടില്ല. മാത്രമല്ല അവിടെ ലോറി പുഴയിൽ വീണിട്ടില്ല എന്ന കാര്യത്തിലും ഏതാണ്ട് സ്ഥിരീകരണമാവുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. കാരണം ഏറ്റവും പുതിയ വിവരങ്ങളുമായി. കാരണം ലോകമെമ്പാടുമുള്ള മലയാളികൾ വാർത്ത കാണുമ്പോൾ അവർ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്, ഈ രക്ഷാപ്രവർത്തനത്തിൽ അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളും ആകാംക്ഷയോടുകൂടിയാണ് അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. പ്രാർത്ഥനകളോടുകൂടി കേരളം ആ നല്ല വാർത്ത കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. തുടർന്ന് അങ്ങോട്ടും സജോ ദേവസ്യാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. സജോ, നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന സംഘം പുഴയിൽ പരിശോധന നടത്തി അവിടെയല്ല ലോറി വീണിട്ടുള്ളതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഈ രക്ഷാപ്രവർത്തനത്തിന് ഗുണകരമാകുന്ന ഒരു വിവരം എന്നത് GPS സംവിധാനങ്ങളിലൂടെ കിട്ടിയിട്ടുള്ള സന്ദേശമാണ്. അതനുസരിച്ച് ലോറി ഈ റോഡിൻ്റെ അരികിൽ തന്നെയാണ് മണ്ണിടിഞ്ഞ് അതിനകത്ത് കിടക്കുന്നത് എന്ന നിഗമനത്തിലാണുള്ളത്. അപ്പോൾ അവിടം കേന്ദ്രീകരിച്ചുള്ള പരിശോധന എന്നതാണ് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നതായി അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എത്ര സമയമെടുക്കും, എത്ര വേഗം നമുക്ക് ഇതിനെക്കുറിച്ചൊരു വിവരം നൽകാൻ കഴിയും, അതിൻ്റെ ഒരു ധാരണയുണ്ടോ സജോ ഇപ്പോൾ വരുന്ന വിവരങ്ങളിൽ നിന്ന്? ഗോപികൃഷ്ണൻ, ഇതിൽ നമുക്ക് രക്ഷാപ്രവർത്തനം ഒരുപാട് വൈകി. പക്ഷേ പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും ധാരാളം വകകളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വാഹനം ഓഫായ സമയം, അർജുൻ്റെ ഫോൺ ഓഫായ സമയം, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായാൽ പ്രതീക്ഷിക്കാൻ ധാരാളം വകകളുണ്ട്. കാരണം ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ രക്ഷാപ്രവർത്തന ദൗത്യം മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇന്നലെ ആരംഭിക്കാനായാൽ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് നമുക്ക് കിട്ടിയാൽ ഇനിയിപ്പോൾ ആ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഗംഗാവാലി നദിയിൽ ഈ വാഹനം പതിച്ചിട്ടില്ല, അർജുൻ ഓടിച്ചിരുന്ന വാഹനം പതിച്ചിട്ടില്ല, അർജുനും അതിലേക്ക് പതിച്ചിട്ടില്ല എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തത വന്നിട്ടുണ്ട്. അതിനുശേഷം രക്ഷാപ്രവർത്തനം പൂർണ്ണമായും കരയിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഷിരൂർ അങ്കോളയിലെ ഒരു ദേശീയപാത 66 ദേശീയപാത 66 ഈ ഇടയ്ക്ക് നവീകരണം വികസനം നടന്നതാണ്. 2 വരി കൂടി ചേർത്തു. ആ ഭാഗത്താണ് വലിയ തോതിൽ മണ്ണ് ഇടിച്ചെടുത്തത്. അവിടെ എന്തെങ്കിലും ഒരു കോൺക്രീറ്റ് നെയിലിങ്ങോ മറ്റൊന്നും നടന്നിരുന്നില്ല. അതുകൊണ്ട് മലയുടെ ഒരു ഭാഗം തന്നെയാണ് താഴേക്ക് പതിച്ചത്. വലിയ തോതിലുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കും അവിടെയുണ്ട്. ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. GPS ലൊക്കേഷൻ എക്സാക്റ്റ് ആയിരിക്കണം നിർബന്ധമില്ല. നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് ഏറ്റവും അടുത്തുള്ള മംഗളൂരുവിൽ നിന്നുള്ള ഒരു ടീം കൂടി കൂടുതൽ ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് എല്ലാവരും, അതായത് കേരള സർക്കാരും പ്രതിപക്ഷവും സാധ്യമാകുന്ന വിധത്തിൽ എല്ലാവരും തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി തന്നെ കർണാടക മുഖ്യമന്ത്രിക്ക് എഴുതി. സിദ്ധരാമയ്യയുടെ ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ട് ഇതിൽ ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് കൂടുതൽ വേഗതയും ഏകോപനവും സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് വളരെ ശുഭകരമാണ്. അതിനുശേഷം കരയിലേക്ക് രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചു. അത്
വളരെ വേഗത്തിൽ വിപുലമായ സംവിധാനങ്ങളോടുകൂടി ഉണ്ട്. കുറെ കൂടി ആക്യുറേറ്റ് ആയ ഈ ലൊക്കേഷൻ, അതായത് ഈ മണ്ണിനടിയിൽ തന്നെ ഈ മണ്ണിടിഞ്ഞു വീണ ഭാഗത്ത് തന്നെ ഈ വാഹനമുണ്ട് എന്ന് GPS ലൊക്കേഷൻ വെച്ച് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മംഗളൂരുവിൽ നിന്നുള്ള ടീം കൂടി എത്തി അവരുടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് കൂടി ഇതിനകത്ത് വന്നാൽ കൂടുതൽ പ്രതീക്ഷ നമുക്ക് കൈവരും. കാരണം അവർ മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ച് കുറച്ചുകൂടി എക്സാക്റ്റ് ആയ ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ അവിടെയുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു വിവരം, ഈ 3 ഭാഗത്തു നിന്നും മണ്ണ് നീക്കം ചെയ്യുക എന്നതാണ് ഇപ്പോൾ പ്രായോഗികമായ വഴി. അതായത് കൂടുതൽ മണ്ണുവാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് സുരക്ഷിതമായി എല്ലാ ഭാഗങ്ങളിൽ നിന്നും മണ്ണ് നീക്കുക. അതാണ് രക്ഷാപ്രവർത്തനം. അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്ക് അത് നയിച്ചേക്കാം എന്നൊരു ആശങ്കയുള്ളതുകൊണ്ടാണ് സുരക്ഷിതമായി മണ്ണ് ഈ ഭാഗങ്ങൾ, അതായത് സൈഡ് വശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുക. അങ്ങനെ വളരെ വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്തണം. ഇനി ഒരു 3 മണിക്കൂർ സമയം കൊണ്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ മണ്ണ് നീക്കം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ആശ്വസിക്കാവുന്ന വാർത്ത, നമുക്ക് അല്ലെങ്കിൽ ശുഭകരമായ വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അതേസമയം പലരും ഉന്നയിക്കുന്ന ഒരു കാര്യം, മുകളിൽ നിന്ന്, അതായത് മെറ്റൽ ഡിറ്റക്ടറിന്റെ സേവനം കൂടി ലഭ്യമായി കഴിയുമ്പോൾ ആ എക്സാക്ട് ലൊക്കേഷനിലേക്ക് മുകളിൽ നിന്ന് കുഴിച്ചുകൂടെ എന്നൊരു സാധ്യത ചോദിക്കുന്നുണ്ട്. അത് അവർ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പ്രായോഗിക തടസ്സങ്ങളാണ്. മംഗളൂരു ടീം വളരെ വേഗത്തിൽ തന്നെ അവരോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ കുറെ കൂടി ടെക്നിക്കൽ സപ്പോർട്ട് വളരെ ആക്യുറേറ്റ് ആയി ഈ വാഹനം എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും. അവിടെ ഇപ്പോൾ NDRFന്റെ സാന്നിധ്യമുണ്ട്. അവിടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരുടെയും സംസ്ഥാന ഫോഴ്സിന്റെയും ഒക്കെ സാന്നിധ്യം ഇപ്പോൾ കൂടുതൽ ഉറപ്പിക്കാനായിട്ടുണ്ട്. തുടക്കം മുതൽ സത്യത്തിൽ ഈ ഇപ്പൊ NDRF സംഘവും പോലീസും ഒക്കെ വളരെ ഊർജിതമായി പരിശോധനകൾക്കും തിരച്ചിലിനും വേണ്ടി ഇറങ്ങിയപ്പോഴും ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട തടസ്സം, വെല്ലുവിളി എന്നത് പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. മാത്രമല്ല അവരിൽ ചിലർ, അനൗദ്യോഗികമായി നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയത്, അവരിൽ പലരും ആ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ മടിച്ചതിന് കാരണം ഒരു കുന്ന് ഒന്നാകെ ഇടിഞ്ഞു വീഴുന്ന ഘട്ടമുണ്ട്. അതുകൊണ്ട് ഈ കനത്ത മഴയിൽ പരിശോധന നടത്തിയാൽ വീണ്ടും കൂടുതൽ വലിയ അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നതായിരുന്നു. കാരണം മണ്ണ് മൊത്തമായി ഒലിച്ചിറങ്ങി അത് പുഴയിലേക്ക് ഇറങ്ങി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ആ ഒരു പ്രതിസന്ധി ഘട്ടം മാറിയോ? ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ അതായത് ഈ ദുരന്ത നിവാരണ വിദഗ്ധരുമായൊക്കെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, അവിടെയുള്ള ഈ മലയുടെ ഈ മണ്ണെടുക്കലിൻ്റെ ഒക്കെ ഒരു സ്വഭാവം പരിഗണിച്ച് വളരെ അപകടകരമായ നില അവിടെ ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. പക്ഷേ അതിൽ ആശ്വാസകരമായ കാര്യം, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ അവിടെ കാലാവസ്ഥ കുറച്ചുകൂടി അനുകൂലമായി. തുടക്കത്തിൽ വലിയ തോതിൽ അത് പ്രതികൂലമായിരുന്നു. ഈ മലയുടെ മുകളിൽ തുടർച്ചയായി മഴ ലഭ്യമാകുന്നുണ്ട്. വെള്ളം വലിയ വെള്ളച്ചാട്ടം പോലെ പല അടരുകളിലായി ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത് നമുക്ക് കാണാം. അത് ആ മൺകൂനയിലേക്കാണ് വന്ന് പതിക്കുന്നത്. ഒരു മൺകൂന എന്നതിനപ്പുറത്തേക്ക് ഒരു മലയുടെ ഒരു ഭാഗം ഒന്നാകെ താഴേക്ക് പതിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അപ്പോൾ എത്ര ഉയർന്ന അളവിലുള്ള മണ്ണ് അവിടെ ഉണ്ട്, നീക്കം ചെയ്യേണ്ട മണ്ണിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട്, അതുതന്നെ ഒരു കുന്നായി രൂപപ്പെടും വിധം മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അങ്ങനെ കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് തുടക്കത്തിൽ രക്ഷാപ്രവർത്തനം കുറച്ച് മന്ദഗതിയിലാക്കിയത്. ഇപ്പോൾ പക്ഷേ കുറെ കൂടി ഇനിയിപ്പോൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ കുറച്ചുകൂടി കിട്ടുമ്പോഴും കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും കൂടുതൽ വിദഗ്ധ ടീമിൻ്റെ ഒക്കെ സേവനം അങ്ങോട്ടേക്ക് ലഭ്യമായി തുടങ്ങിയതോടുകൂടി ആ കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഇതുവരെ നേരിട്ട പ്രതിസന്ധി കുറേയൊക്കെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊരു ആത്മവിശ്വാസം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത് ശ്രമകരമാണ്, ദുഷ്കരമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ കുറെ കൂടി അതിന് വേഗത കൈവന്നിട്ടുണ്ട്. കുറെ കൂടി മികച്ച ടീം അവിടെയുണ്ട്. കുറെ കൂടി സംവിധാനങ്ങൾ അവർക്ക് അവിടെ ലഭ്യമായിട്ടുണ്ട്. അത് പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു സ്വഭാവം ഇത് തന്നെ നമുക്കൊക്കെ അറിയാം. അവിടെ ഈ എന്തെങ്കിലും ഒരു നെയിലിംഗ് ഒന്നും നടത്തിയിട്ടില്ല, ഒരു കോൺക്രീറ്റ് നെയിലിംഗ് ഒക്കെ നടത്തി ഒരു ഉറപ്പിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇനി സാധ്യമാകുന്ന എന്താണ്, ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി എന്താണ് എന്നതാണ് നോക്കേണ്ടത്. അതിൽ ഇങ്ങനെ കൂടുതൽ മണ്ണിടിച്ചേക്കാനുള്ള ഒരു സാധ്യത, ഒപ്പം കൂടുതൽ വെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം, കുന്നിന് മുകളിലും മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ മഴ എല്ലായിടത്തും ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ കുറച്ചുകൂടി അനുകൂലമായ ഒരു കാലാവസ്ഥ ലഭ്യമാകുന്നു. കുറച്ചുകൂടി മികച്ച ടീമിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. കുറെ കൂടി വേഗത്തിൽ വിപുലമായി ഈ രക്ഷാപ്രവർത്തന ദൗത്യം എന്ന നിലയ്ക്ക് തന്നെ അതിൻ്റെ മുഴുവൻ ഇൻറ്റൻസിറ്റിയോടുകൂടിയും കരയിൽ തന്നെ, അതായത് ഈ എക്സാക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന GPS ലൊക്കേഷൻ കിട്ടിയ സ്ഥലത്ത് തന്നെ അത് കേന്ദ്രീകരിച്ച് തന്നെ മണ്ണ് നീക്കാനാകുന്നു. ഇനി ഈ മംഗളൂരു ടീം കൂടി വളരെ വേഗത്തിൽ എത്തും എന്ന് നമ്മൾ കണക്കാക്കുന്നു. അവർ വളരെ അടുത്ത് എത്തിയെന്ന് നേരത്തെ ലഭ്യമായ വിവരത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അവരുടെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കുറെ കൂടി എക്സാക്ട് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ മുകളിൽ നിന്നുകൂടി സാധ്യമാണോ, കുഴിക്കൽ സാധ്യമാണോ? നേരത്തെ അങ്ങനെ സാധ്യമല്ല എന്ന വിവരമാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമായത്. പക്ഷേ മറ്റിടങ്ങളിൽ നിന്ന് സുരക്ഷിതമായി മണ്ണ്, അപ്പോൾ മെഡിക്കൽ അസിസ്റ്റൻസ് വരെ അവിടെ ഉറപ്പാക്കാൻ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലോടുകൂടി, അതായത് സിദ്ധരാമയ്യയുടെ ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ട് ഇത് ഏകോപനം സംബന്ധിച്ച് പോലീസിനും കർണാടകയിലെ സേനയ്ക്കും ഒക്കെ നിർദ്ദേശം നൽകി, അവിടെ റവന്യൂ വിഭാഗത്തിനൊക്കെ നിർദ്ദേശം നൽകിയതിന് ശേഷം കുറെ കൂടി ആ രക്ഷാപ്രവർത്തന ദൗത്യം എന്നത് കുറച്ചുകൂടി വേഗത്തിലായിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള സാധ്യതയുണ്ടോ എന്നതടക്കം അവർ പരിശോധിക്കുന്നുണ്ടാകും NDRFന്റെ സംഘം എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതുന്നത്. ഇപ്പോൾ നടക്കുന്നത് എല്ലാ വശത്തു നിന്നും മണ്ണ് നീക്കി വളരെ വേഗത്തിൽ ഈ വാഹനത്തിന്റെ ലൊക്കേഷനിലേക്ക് എത്തുക എന്നതാണ്. ആ ദൗത്യം വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു എന്നത് ആശ്വാസകരമായ കാര്യം. ശുഭകരമായ വാർത്ത വളരെ വേഗത്തിൽ തന്നെ വരട്ടെ എന്ന് നമുക്ക് സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. സജോ, പ്രതീക്ഷിക്കുന്നത് പോലെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ശുഭകരമായ വാർത്തയാകട്ടെ വരാനിരിക്കുന്നത്.
ഏതാണ്ട് 3.5-4 മണിക്കൂറിനകം തന്നെ ഇത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് മണ്ണ് മാന്തി ഈ വാഹനത്തെ കണ്ടെത്തി പുറത്തെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്, പരിശോധന നടത്തുന്ന സംഘമുള്ളത്. നാവികസേനയുടെ സംഘം, NDRF, പോലീസ് എന്നിവരൊക്കെ തന്നെ ഊർജിതമായി ഈ പരിശോധനയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കുറെ കൂടി കൃത്യതയോടുകൂടി ഈ വാഹനം എവിടെ കിടക്കുന്നു എന്ന് കണ്ടെത്തി അവിടെ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്ത് വളരെ വേഗം തന്നെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഏതാണ്ട് 4 ദിവസത്തോളമായി അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇല്ലാതായിട്ട്. ഇന്നലെ രാത്രി കൂടി അർജുന്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നാണ് ഭാര്യ പറഞ്ഞത്. വളരെ കടുത്ത മാനസിക വിഷമത്തിലായിരിക്കും അർജുന്റെ കുടുംബം കോഴിക്കോട്ടുള്ളത് എന്ന് നമുക്കറിയാം. അവരെ സംബന്ധിച്ച് വളരെ ആകാംക്ഷ നിറഞ്ഞ ആശങ്കയോടെയുള്ള മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. കേരളം ഒന്നാകെ, കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികൾ ഈ വാർത്ത കാണുമ്പോൾ അർജുൻ എത്രയും വേഗം ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും ഒക്കെയാണുള്ളത്. ആ കുടുംബത്തിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയില്ല. മാത്രമല്ല അത് അന്വേഷിക്കുക എന്നത് ഈ ഘട്ടത്തിൽ ഔചിത്യവുമല്ല. അതേസമയം തന്നെ എന്താണ് അവർ ഇപ്പോൾ ആ കുടുംബം, എന്തൊക്കെ വിവരങ്ങൾ ആ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്, അവർ എത്രത്തോളം പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്, അവർക്ക് നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് കൂടുതലായി ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഒക്കെ തന്നെ അർജുന്റെ കോഴിക്കോട്ടെ വസതിയിലേക്ക് എത്തുന്നുണ്ട് എന്നാണ്. സമീർ സി മുഹമ്മദാണ് ഞങ്ങളുടെ പ്രതിനിധി, അവിടെ നിന്നും വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ഇപ്പോഴുള്ളത്. സമീർ, കോഴിക്കോട്ടെ അർജുന്റെ വീട്ടിലെ അവസ്ഥ എന്താണ്? രാവിലെ ഭാര്യയും അർജുന്റെ സഹോദരിയും ഒക്കെ സംസാരിക്കുന്നത് കേട്ടു. അവരിൽ ചിലർക്ക് ഒരു പരാതി ഉണ്ടായിരുന്നത് വളരെ നേരത്തെ വിവരം അറിയിച്ചിട്ടും ഈ GPS ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യതയുണ്ടായിട്ടും ഒന്നും ആ മേഖലയിൽ തിരച്ചിൽ നടത്തിയില്ല എന്നൊക്കെയുള്ളൊരു ആക്ഷേപം അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം ആക്ഷേപങ്ങൾക്ക് സാങ്കത്യമില്ല. കാരണം ഇപ്പോൾ തിരച്ചിൽ വളരെ ഊർജിതമായി നടക്കുന്നുണ്ട്. എന്താണ് സമീർ വീട്ടിലെ അവസ്ഥ? ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരുന്നുണ്ടോ? എന്താണ് പുതിയ വിവരങ്ങൾ? ഗോപി, എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ്. അർജുൻ്റെ മാതാപിതാക്കളുണ്ട്, അതുപോലെ തന്നെ ഭാര്യയുണ്ട്, സഹോദരിയുണ്ട്, അവരെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ തന്നെ മറ്റ് ബന്ധുക്കളും ഇവിടേക്ക് വരുന്നു, സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ ഇവിടെ വരുന്നുണ്ട്, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. MK രാഘവൻ MP, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിക്കൊണ്ട് കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. ശുഭവാർത്ത വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും അവരോട് പങ്കുവെക്കുന്നത്. കോഴിക്കോട് ജില്ലാ കളക്ടർ ഉത്തര കന്നഡ ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാം ദ്രുതഗതിയിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ കോഴിക്കോട് ജില്ലാ കളക്ടറെ അറിയിച്ചിരിക്കുന്നതും. അവിടെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിൽ വലിയ ഒരു പ്രതീക്ഷ ഈ കുടുംബം പങ്കുവെക്കുന്നുമുണ്ട്. തുടക്കത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു മന്ദഗതി ഉണ്ടായിരുന്നു, വേണ്ട വിധത്തിൽ അവർ പ്രവർത്തിച്ചില്ല എന്നുള്ള ഒരു പരാതി കുടുംബം പങ്കുവെക്കുകയും ചെയ്തു. അത് യാഥാർത്ഥ്യവുമാണ്. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോലും ആ വിഷയത്തിൽ ഒരു കാര്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരും ഇടപെടുന്നത്. കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും അതിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരിട്ട് ഇടപെടുകയും ദ്രുതഗതിയിൽ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ അവിടുത്തെ പരിശോധന പുരോഗമിക്കുന്നത്. അതിൽ വലിയ പ്രതീക്ഷയാണ് കോഴിക്കോട്ടുള്ള അർജുൻ്റെ കുടുംബം പങ്കുവെക്കുന്നത്. ഒരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ആരോഗ്യവാനായിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെയാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളും ഉള്ളത്. ഒപ്പം തന്നെ GPS-മായി ബന്ധപ്പെട്ട് വാഹനം എവിടെ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതുപോലെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങളും ഇപ്പോൾ അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമാവുകയാണ് എങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അവിടുത്തെ തിരച്ചിൽ പൂർത്തീകരിക്കാനും അർജുനെ കണ്ടെത്താനും കഴിയും എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്നും ഇപ്പോൾ ലഭ്യമാവുന്നത്. അർജുൻ്റെ സഹോദരനും അതുപോലെ തന്നെ അർജുൻ്റെ ഭാര്യയുടെ സഹോദരനും അവിടെയാണ് ഉള്ളത്. അവരുമായി കുടുംബാംഗങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അർജുൻ്റെ മാതാപിതാക്കളും അതുപോലെ ഭാര്യയും ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്തെല്ലാം തന്നെ അവർ ഇത്തരത്തിലുള്ള ഒരു ശുഭ സൂചന തന്നെയാണ് അവിടെ നിന്ന് ലഭ്യമാകുന്നത്. വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെയാണ് ഈ നാടും കുടുംബവും മുന്നോട്ട് പോകുന്നത്. ആദ്യത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു വലിയ രീതിയിലുള്ള ആ ഒരു മന്ദഗതി മാറി എന്നുള്ളത് തന്നെ ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണ്. വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നു. ഒപ്പം അവിടുന്ന് ലഭ്യമാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ നൽകിയ ഒരു വിവരം, കോഴിക്കോട് ജില്ലാ കളക്ടർ നൽകിയ ഒരു വിവരം, അവിടെ ഇടവിട്ടുകൊണ്ട് ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. അത് ഈ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നു എന്നുള്ളതാണ്. മറ്റു വിധത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളെയും മന്ദീഭവിച്ചിട്ടില്ല, ഒരു വിധത്തിലുമുള്ള അനാസ്ഥയും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഉത്തര കന്നഡ ജില്ലാ കളക്ടർ കോഴിക്കോട് ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ കൂടി കൊണ്ടുവന്നുകൊണ്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയാണ്. 20 മീറ്ററോളം താഴ്ചയിൽ വരെ ഈ മെറ്റൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമാണ് അവിടെ നിന്നുള്ള വിദഗ്ധ സംഘം നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോറിയുടെ സാന്നിധ്യം വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. മലഞ്ചെരുവാണ്, വളരെ വേഗത്തിൽ മണ്ണിടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒപ്പം തന്നെ ഈ മഴ ഇടപെട്ട് പെയ്യുന്നു എന്നുള്ളതും ഈ പ്രവർത്തനങ്ങളെ സാരമായി തന്നെ അത് ബാധിക്കുന്നുണ്ട്. നാവികസേനയുടെ വിദഗ്ധരും അവിടെ ഉണ്ട്. ഒപ്പം തന്നെ NDRF
ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങൾ അതുപോലെ തന്നെ പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള സംഘങ്ങളും അവിടെയുണ്ട്. വിശദമായിട്ടുള്ള പരിശോധന നടക്കുന്നു. അവിടെ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള വളരെ ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയ്ക്കായി കോഴിക്കോട് കാത്തിരിക്കുന്നു. ഈ കുടുംബം കാത്തിരിക്കുകയാണ് ഗോപി. ശരി സമീർ, നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടിയുമാണ് അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടി ലോകമെമ്പാടും ഇപ്പോൾ മലയാളികൾ, ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ കാത്തിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം. ഏതായാലും പരിശോധനകൾ, അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു. 20 മീറ്റർ താഴ്ച വരെയുള്ള വിവരങ്ങൾ, അതായത് മെറ്റൽ ഡിറ്റക്ടറുടെ സഹായത്തോടുകൂടി അറിയാൻ കഴിയും. അതുകൊണ്ട് കുറെ കൂടി സൂക്ഷ്മതയോടുകൂടി, കൃത്യതയോടുകൂടി ഈ തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. നാവികസേനയും NDRF-ഉം പോലീസും ഒക്കെ അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി അവിടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമീർ നമുക്ക് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് അർജുൻ്റെ വീട്ടിൽ നിന്നാണ്. കുടുംബം വളരെ വളരെ ആകാംക്ഷയോടുകൂടി, ആശങ്കയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും ഒക്കെ അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. തുടക്കത്തിൽ കുടുംബത്തിനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി തന്നെ ഈ സംഭവ സ്ഥലത്ത് കൃത്യമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടന്നിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത്തരം പരാതികളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നതല്ല. വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. ആ കാലാവസ്ഥയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കർണാടകയിലെ അങ്കോലയിൽ മണ്ണിനടിയിൽപ്പെട്ട മലയാളിയായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. അർജുൻ ഓടിച്ചിരുന്ന വാഹനം, ലോറി കിടന്നിരുന്ന സ്ഥലം ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്യാൻ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. GPS സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി ലോറി കിടന്നിരുന്ന സ്ഥലം മനസ്സിലാക്കി അവിടം കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത്. മെറ്റൽ ഡിറ്റക്ടറിന്റെ സഹായത്തോടു കൂടി ഏതാണ്ട് 20 മീറ്റർ ആഴത്തിൽ ഈ ലോറി കിടക്കുന്നുണ്ടോ എന്ന കാര്യം കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്ന NDRF നാവികസേനാ സംഘങ്ങളുള്ളത്. ഏതായാലും തിരച്ചിലിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത് പുഴയിൽ വീണതല്ല, അത് റോഡിന് അരികിൽ തന്നെയാണ് ഈ ലോറി കിടക്കുന്നത് എന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേസമയം ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് അർജുൻ്റെ ഫോൺ കഴിഞ്ഞ ദിവസം വരെ റിങ് ചെയ്തിരുന്നു. ഫോൺ ഇപ്പോൾ ഈ വണ്ടിയുടെ GPS ലൊക്കേഷൻ അടുത്തല്ല ഫോണിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ അത്ഭുതകരമായ അർജുൻ രക്ഷപ്പെടാനുള്ള സാധ്യതകളെ നമുക്ക് ഇപ്പോഴും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ട്. സാങ്കേതിക വിദഗ്ധർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്കോലയിലെ മണ്ണിടിച്ചിൽ കാണാതായിട്ടുള്ള അർജുനെ ഏത് വിധേനയും കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനകളിലേക്കും കടക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികൾ, അർജുൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വാർത്ത കാണുന്ന ആരും തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഒരിക്കലും തങ്ങൾക്ക് ആ വിവരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലീഡ് അർജുൻ എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്നതിന് ലഭിക്കുമോ എന്നതാണ് നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ, ഞങ്ങളുടെ പ്രതിനിധി, ഇപ്പോൾ അങ്കോലയിലേക്കുള്ള യാത്രാ മധ്യയാണ്. അരുൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഒരു സംശയമുള്ളത്, അരുൺ, അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നതാണ് കുടുംബത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായി അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അവരുടെ പ്രതീക്ഷയും അതിന്മേലാണ്. പക്ഷേ ഈ ഫോൺ കിടക്കുന്ന ലൊക്കേഷനും വാഹനം കിടക്കുന്ന GPS ലൊക്കേഷനും രണ്ടിടങ്ങളിലാണ് എന്ന വിവരം വരുന്നുണ്ട്. അങ്ങനെയാണോ? ഗോപികൃഷ്ണൻ, അത് അങ്ങനെയുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ ഫോണിന്റെ ലൊക്കേഷൻ ഉള്ളത് എന്തായാലും പുഴക്ക് അടുത്തല്ല എന്ന് നമ്മൾ സൈബർ സെൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് രാവിലെ 10:32 വരെ ഫോൺ ഓണായിരുന്നു എന്നും കൂടി സൈബർ സെൽ പറയുന്നുണ്ട്. എന്നാൽ അത് ഈ പുഴക്കടുത്തല്ല എന്ന വിവരമാണ് സൈബർ സെല്ല് നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് കൈമാറിയിട്ടുള്ളത്. എന്നാൽ ഈ ലോറിയുടെ GPS ഉള്ള സ്ഥലത്ത്, അതായത് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് അല്പം മാറിയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്തായാലും അത് ഒന്നുകൂടി അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ആ തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും പ്രതീക്ഷയ്ക്ക് വകയുള്ള ചില ഘടകങ്ങൾ എന്തായാലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ആ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ്. തെരച്ചിൽ ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കൃത്യമായ സാങ്കേതികമായ എല്ലാ സംവിധാനങ്ങളും തെരച്ചിലിന് വേണ്ടിയുള്ള മുഴുവൻ സ്ക്വാഡും എല്ലാം ചേർന്നുകൊണ്ടുള്ള ശക്തമായ തെരച്ചിൽ, വേഗത്തിലുള്ള തെരച്ചിൽ ഇപ്പോൾ എന്തായാലും നടക്കുന്നുണ്ട്. നിലവിൽ വീണ്ടും ആ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട് എന്ന വിവരം ഒടുവിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് ആ മഴ അല്പം മാറി നിന്നിരുന്നു, വീണ്ടും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഈ GPS ലൊക്കേറ്റ് ചെയ്ത സ്ഥലം ഉൾപ്പെടെ അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് തെരച്ചിൽ നടക്കുന്നത്. പ്രതീക്ഷയ്ക്ക് വകയുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം ലഭിക്കും എന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും NDRF-ന്റെയും നേവിയുടെയും തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അരുൺ, തുടക്കത്തിൽ കുടുംബത്തിനൊക്കെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം തിരച്ചിൽ അത്ര ഊർജിതമായി നടക്കുന്നില്ലേ
എന്നൊക്കെയുള്ള സംശയങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല കേരളത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ശക്തമായ സമ്മർദ്ദം കർണാടക സർക്കാരിന് മേൽ ഉണ്ടായിട്ടുണ്ട്. കാരണം MP-മാർ ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ മന്ത്രി KB ഗണേഷ് കുമാർ മോട്ടോർ വാഹന ഗതാഗത വകുപ്പിൽ നിന്ന് 2 പേരെ അങ്ങോട്ടേക്ക് അയച്ചു. മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു. കേരളത്തിന്റെ ഈ ഇടപെടൽ ഏറെക്കുറെ ഫലപ്രദമായി മാറിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം കുറെ കൂടി ഊർജ്ജസ്വലമായി ഈ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം, അല്ലേ? മാത്രമല്ല കേന്ദ്രവും ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് നേരത്തെ കേന്ദ്രമന്ത്രി പറഞ്ഞത്. ഗോപികൃഷ്ണ, ഇതിൽ ഒരു പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ ദിവസമായി ഈ അങ്കോളയിലും ഷിരൂരിലും എല്ലാം മഴ പെയ്യുന്നുണ്ട്, ശക്തമായ മഴയുണ്ട്. അവിടെ റെഡ് അലേർട്ടാണ്, കാറ്റുൾപ്പെടെ വീശുന്നുണ്ട്. ഈ മണ്ണിടിച്ചിൽ ഇപ്പം നടന്ന സ്ഥലത്തേക്ക് കൂടുതൽ വെള്ളം ഒഴുകിയെത്തുന്നു, മണ്ണിൽ കൂടുതൽ ഇടിയുന്നു. ഇതൊക്കെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയൊക്കെ ഒരു ഘടകമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ തെരച്ചിലിന്റെ ആദ്യഘട്ടത്തിൽ കടുത്ത അനാസ്ഥയുണ്ട് എന്നുള്ളത് നിസ്സംശയം തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ ഈ അർജുനും ലോറിയും ഉണ്ട് എന്ന് കരുതുന്ന ആ മൺകൂൻ, ആ വലിയ കുന്നിടിഞ്ഞു വീണ ഇടത്ത് ഒരു തരത്തിലുള്ള തെരച്ചിലും ഇന്ന് രാവിലെ വരെ, ഇപ്പോൾ നമുക്ക് മനസ്സിലാവും, രാവിലെ വരെ നടത്തിയിരുന്നില്ല. കടുത്ത സമ്മർദ്ദം ഉണ്ടായതിനു ശേഷമാണ് ഈ ബന്ധുക്കൾ സർക്കാരിനെ സമീപിക്കുന്നു, സർക്കാരിന്റെ ഭാഗത്ത് സമ്മർദ്ദം ഉണ്ടാകുന്നു. തുടർച്ചയായി മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുന്നു. ആ തരത്തിൽ ഉന്നത തലത്തിൽ തന്നെ ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണ് ഇതിൽ അവിടെ എത്തി ഒരു തെരച്ചിൽ നടത്താനെങ്കിൽ, ആ തെരച്ചിൽ ആരംഭിക്കാനെങ്കിലും ഇവർ തയ്യാറായത്. ഒരു പക്ഷേ ഇത് നേരത്തെ ഈ തെരച്ചിൽ, ഈ രക്ഷാപ്രവർത്തനം, നിലവിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം അല്പം വൈകിപ്പോയി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഒരുപക്ഷെ ഇന്നലെയോ കഴിഞ്ഞ ദിവസമോ അവർ തെരച്ചിൽ നടത്തുന്ന മറുവശത്ത് നിന്ന് മാറി ഇതുകൂടി ഈ സാധ്യത കൂടി ഒന്ന് നോക്കി അവിടെ ഈ മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യം കൂടി പരിശോധിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് NDRFന്റെ വിദഗ്ധ സംഘം അവിടെ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അവരെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിന് ആ രീതിയിൽ തെരച്ചിൽ നടത്താമായിരുന്നു. ആ തെരച്ചിലേക്ക് കടന്നില്ല എന്നുള്ളത് ഈ രക്ഷാപ്രവർത്തനത്തിലെ പ്രധാനപ്പെട്ട ഒരു അനാസ്ഥയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പക്ഷേ നിലവിലിപ്പോൾ നമുക്ക് അർജുനെ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അത് ഇപ്പോൾ നിലവിൽ എന്തായാലും വേഗത്തിൽ നടക്കുന്നുണ്ട്. അത് ഒരു ശുഭ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ തരത്തിൽ കൂടുതൽ സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് അവിടെ ഈ നേവിയുടെയും NDRFന്റെയും വിദഗ്ധ സംഘം ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് എന്തായാലും ശ്രമകരമാണ്. അത് അവർ പറയുന്നത് ശരിയാണ്. അത് അത്ര എളുപ്പം ഉള്ള കാര്യമല്ല. അതൊരു മണ്ണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു വലിയ കുന്ന് തന്നെയാണ് അവിടെ വന്ന് ഇടിഞ്ഞു വീണിട്ടുള്ളത്. അത് ദേശീയപാത കുറച്ചുകൂടി ഉള്ളോട്ടാണ്, അത് ഈ കുന്നിനോട് ചേർന്ന ഭാഗമാണ്. ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണുകൾ അവർ ഏകദേശം നീക്കം ചെയ്തിട്ടുണ്ട്. ചളി കെട്ടി നിൽക്കുന്നത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ കുന്ന് വലിയ മൺകൂന, അവർക്ക് അതങ്ങനെ വളരെ പെട്ടെന്ന് മാറ്റി രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് ശ്രമകരമാണ്. വലിയ ആ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് കൂടുതൽ സംവിധാനങ്ങൾ അവിടെ എന്തായാലും എത്തിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഇതിലൊരു വേഗത ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. ഗോപീഷ്, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു. അരുൺ, ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്കുള്ള യാത്രാ മധ്യയാണ്. അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പ സംഭവ സ്ഥലത്തെത്തും. നമുക്ക് കൂടുതൽ വിവരങ്ങൾ കുറെ കൂടി വ്യക്തതയോടുകൂടി ലഭ്യമാകും. ഏതായാലും നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ പ്രതികൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും ശുഭപ്രതീക്ഷയോടുകൂടി തെരച്ചിൽ നടക്കുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാവിലെ 10:32 വരെ ഈ അർജുൻ്റെ ഫോൺ ഓണായി കിടന്നിരുന്നു എന്ന് സൈബർ സെൽ പറയുന്നുണ്ട്. മാത്രമല്ല ഫോൺ ലൊക്കേഷൻ നോക്കുമ്പോൾ അത് GPS ലൊക്കേഷനോട് ചേർന്ന് നിൽക്കുന്നതല്ല. അർജുൻ മറ്റ് എവിടെയെങ്കിലും രക്ഷപ്പെട്ട് നിൽക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏതായാലും അനുകൂലമായ ഒരു തീരുമാനം, ഒരു ഫലമാകട്ടെ പുറത്തു വരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോഴും തയ്യാറാണ്. സജോ ദേവസ്യ ഉണ്ട്, അതോടൊപ്പം തന്നെ സമീർ മുഹമ്മദും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സമീർ, ഇപ്പോൾ ഈ അർജുൻ്റെ കുടുംബം പറയുന്നത് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ വരെയും ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നതാണ്. മാത്രമല്ല അർജുനെക്കുറിച്ച് വിവരങ്ങൾ ഇല്ലാതായ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലും പല സന്ദർഭങ്ങളിലായി, പല സമയങ്ങളിലായി അർജുൻ്റെ ഫോൺ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നതായി അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അർജുൻ എവിടെയെങ്കിലും സുരക്ഷിതമായി നിൽക്കാനുള്ള സാധ്യതകളൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബം കണക്കാക്കുന്നുണ്ടാകുമല്ലോ. ഇപ്പോൾ 10:32 വരെ ഈ ഫോൺ ഓൺ ആയിരുന്നു എന്ന് സൈബർ സെൽ പറയുന്നു. മാത്രമല്ല ഈ ഫോണിൻ്റെ ലൊക്കേഷൻ എന്നത് ഈ ലോറിയുടെ ലൊക്കേഷനോട് ചേർന്ന് നിൽക്കുന്നതുമല്ല. ഈ വിവരങ്ങളൊക്കെ കുടുംബം അറിഞ്ഞില്ലേ?
ഗോപി, ഈ കാര്യങ്ങളെല്ലാം തന്നെ കുടുംബം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അർജുൻ്റെ സഹോദരനും അതുപോലെ തന്നെ അർജുൻ്റെ ഭാര്യയുടെ സഹോദരനും അവിടെ കർണാടകയിലാണ് ഉള്ളത്. ഈ സംഭവം അറിഞ്ഞ ശേഷം അവർ അങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ്. അവർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ ഭാര്യയോടും പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ സഹോദരിയും ഇവിടെയുണ്ട്. ഇവരെല്ലാം ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നുണ്ട്. വളരെ ആശ്വാസകരമായ ഒരു വാർത്തയ്ക്കായി എല്ലാവരും കാത്തിരിക്കുന്നു. പ്രാർത്ഥനയോടെ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുകയാണ്. ഈ ഏറ്റവും ഒടുവിൽ ഇന്ന് 10:30 വരെയും ഇത്തരത്തിൽ ഈ ഫോണിൻ്റെ സിഗ്നൽ ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം ലഭ്യമാവുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ സുഹൃത്തായിട്ടുള്ള സമീറിനെ വിളിച്ചിരുന്നു. പിന്നീട് കിട്ടാതാവുമ്പോഴാണ് സമീർ ഈ വീട്ടുകാരുമായി ബന്ധപ്പെടുകയും ഇങ്ങനെ അർജുനുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് വീണ്ടും ഇത് മൊബൈലിൽ റിങ് ചെയ്തിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇടയ്ക്ക് ഇത് ഓണാകുന്നുണ്ട്. അതുപോലെ തന്നെ GPS സംവിധാനം ഉപയോഗിച്ച് വാഹനത്തിൻ്റെ ലൊക്കേഷനും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അർജുന് ഒരു വിധത്തിലുള്ള ആപത്തും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബം പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകരും അത്തരം കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും വളരെ ദ്രുതഗതിയിലുള്ള തിരച്ചിൽ അവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ആദ്യ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരാതി കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാരണം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കാണിച്ച ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു പരിശ്രമവും പക്ഷേ ഒരു ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള ഒരു കാര്യമാണ്, അത്തരം ഒരു പരാതിയാണ് കുടുംബം ആദ്യം മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇടപെടുകയും കർണാടക മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വേഗത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ദ്രുതഗതിയിൽ തന്നെ അവിടെ തിരച്ചിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വലിയ ഒരു പ്രതീക്ഷയും വലിയൊരു ആശ്വാസകരമായ കാര്യവും തന്നെയാണ് കുടുംബം പങ്കുവെക്കുന്നത്. വളരെ വേഗത്തിൽ അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്ന കാര്യമാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ സമീർ പറഞ്ഞു അർജുന്റെ സഹോദരനും ഭാര്യയുടെ സഹോദരനും രണ്ടുപേരും കർണാടകത്തിലുണ്ട് എന്നാണ്. അവർ ഈ ഷിരൂരിൽ എത്തിയിട്ടുണ്ടോ? അതായത് ഈ അങ്കോലയിൽ അവരെത്തിയിട്ടുണ്ടോ? അവർക്ക് നേരിട്ട് ഈ രക്ഷാദൗത്യം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും വിവരങ്ങൾ വീട്ടുകാർക്ക് നൽകാനും കഴിയുന്നുണ്ടോ? ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇടത്തേക്ക് അവരെ കൊണ്ടുപോയിട്ടില്ല. അത് അത്തരത്തിൽ ആ ഭാഗത്തേക്ക് ഇപ്പോൾ അവരെ കൊണ്ടുപോകുന്നില്ല. അവരിപ്പോൾ ഉള്ളത് സുരക്ഷിതമായ മറ്റൊരിടത്താണ്. പോലീസിൻ്റെ കൂടെ സഹായത്തോടെ അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മറ്റു പ്രതിനിധികളും അവിടെ കൂടെയുണ്ട്. അവർ സുരക്ഷിതമായ മറ്റൊരിടത്താണുള്ളത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഭാഗത്തേക്ക് അവരെ കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് അവിടുന്ന് ലഭ്യമായിട്ടുള്ള വിവരം. എന്നാൽ കാര്യങ്ങൾ അപ്പോൾ തന്നെ ഇരുവരെയും ജില്ലാ ഭരണകൂടം ഞാൻ ഒരു നിമിഷം ഇപ്പോൾ വരാം. നമുക്ക് നേരത്തെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അർജുൻ്റെ അപകടവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നത് ലോറി ഉടമയായ മനാഫാണ്. ആ മനാഫ് കുറേ വിവരങ്ങൾ നൽകിയിരുന്നു. മാത്രമല്ല മനാഫ് ആ സമയത്ത് ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക തന്നെ ഈ ഗതാഗതം ക്ലിയർ ചെയ്യുന്നതിന്, റോഡ് ക്ലിയർ ചെയ്യുന്നതിനല്ലാതെ ഈ മണ്ണ് നീക്കം ചെയ്ത് ലോറി കണ്ടെത്തുന്നതിന് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി മനാഫിനുണ്ടായിരുന്നു. വളരെ വേദനയോടുകൂടിയാണ് മനാഫ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. മാത്രമല്ല അങ്കോല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടിട്ടും വേണ്ട രീതിയിൽ ഇടപെടൽ ഉണ്ടായില്ല എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം മനാഫിനുണ്ടായിരുന്നു. ഇപ്പോൾ മനാഫിൻ്റെ സഹോദരൻ അൽഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അൽഫ് ഇപ്പോൾ ഉള്ളത് ഈ രക്ഷാദൗത്യം നടക്കുന്ന അങ്കോലയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൽഫ് ഇപ്പോൾ ഉള്ളത് ഈ രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്തല്ലേ? അൽഫ്, ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരമാണ് ഞാൻ താങ്കളോട് പറയുന്നത്. അതായത് ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് GPS സംവിധാനങ്ങൾ ഡിറ്റക്ട് ചെയ്ത സ്ഥലത്ത് ആ ലൊക്കേഷനിൽ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതാണോ അൽഫ് അവിടെ സംഭവിക്കുന്നത്? അവിടേക്ക് എത്തിയിട്ടില്ല. അവരിപ്പോഴും റോഡിന്റെ ആ വർക്ക് തന്നെ നടത്തുന്നത്. മൂന്ന് JCB ഉണ്ട്, 4 JCB ഉണ്ട്. പക്ഷെ അവിടേക്ക് എത്തിയിട്ടില്ല. അത് കുറച്ച് ഹൈറ്റിലുള്ളത്, ഒരു 4 ആൾ ഹൈറ്റിലാണ് അപ്പം മണ്ണുള്ളത്. അതിന്റെ അടിയിലായിരിക്കും ആ ലോറി ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. 4 ആൾ പൊക്കത്തിലാണ് അവിടെ മണ്ണ് വീണ് കിടക്കുന്നത് അല്ലേ? കുറച്ചും കൂടിയും JCBയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ ശ്രദ്ധിക്കുന്ന ഇപ്പുറം ഈ റോഡ് നേരാക്കാൻ തന്നെയാണ് നോക്കുന്നത്. അല്ല അൽഫ്, ഇത് ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. താങ്കൾ ഇപ്പോൾ അവിടെ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അൽഫ്, ഞാൻ ചോദിക്കുന്നത്, അതായത് ഈ റോഡിന്റെ ഒരു ഭാഗത്താണല്ലോ ഇത്, ഒരു ഭാഗത്ത് പുഴയും ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞ് കിടക്കുകയുമാണല്ലോ അല്ലെ? അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അപ്പോൾ മനാഫിന് കൊടുക്കട്ടെ, ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കും. പിന്നെന്താ, മനാഫിന് കൊടുക്കും. വരട്ടെ, മനാഫ് വരട്ടെ. അങ്ങോട്ട് പോലീസുകാർ വിടുന്നില്ല. അല്ല അൽഫ്, ഞാൻ ചോദിക്കുന്നതേ, ഇപ്പോൾ ഈ അവിടെ ഇപ്പോൾ താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്? അവിടെ ഇപ്പോഴും അത് തന്നെ. ഇപ്പൊ ലോറിയുള്ള ഭാഗത്ത് അവര് മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് ചെക്ക് ചെയ്തിരുന്നു.
പക്ഷേ ഇപ്പം മഴ രണ്ടാമതും ശക്തമായപ്പോൾ അവർ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മഴ പെയ്തപ്പോ ഇപ്പം ശക്തമായ മഴ ഇപ്പം തുടരുന്നുണ്ട് ഇവിടെ. ഈ പറഞ്ഞ സ്ഥലത്തെ അൽഫ്, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിക്കുന്ന സ്ഥലത്ത് എത്ര പേരുണ്ടായിരുന്നു പരിശോധനയ്ക്ക്? 4 പേരുണ്ടായിരുന്നു. 4 പേര്. അതെ. അപ്പൊ അവര് താഴെ വന്ന അവരെന്താ പറഞ്ഞത്? ഓ, കേട്ടില്ല. കണ്ടെത്താനായിട്ടില്ല എന്നാ പറഞ്ഞത്. കണ്ടെത്താനായിട്ടില്ല. അവര് എന്താണ് അപ്പൊ അവർക്ക് ഒരു ലൊക്കേഷൻ സംബന്ധിച്ച്, അതായത് ഇവിടെയാണ് ലോറി വീണ് അതെ അത് ആ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ മെഷീൻ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അവർ കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. എന്തായാലും അവിടെ മണ്ണ് മാന്താൻ തുടങ്ങിയിട്ടില്ല. അൽഫ്, വേറൊരു കാര്യം അൽഫ്, ഇപ്പോ ഈ നമ്മുടെ ഈ അർജുനെ വിളിക്കാൻ വേണ്ടി കുടുംബം ശ്രമിച്ചപ്പോഴേ ഈ ഫോൺ റിങ് ചെയ്തിരുന്നു. ഇപ്പോൾ സൈബർ സെല്ല് പറഞ്ഞത് രാവിലെ 10:32 വരെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നാണ്. അപ്പോ പക്ഷേ ഈ ഫോണിന്റെ ലൊക്കേഷൻ വേറൊരു സ്ഥലത്താണല്ലോ കാണിക്കുന്നത്. അതിൽ എന്തെങ്കിലും അവിടെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടോ? എന്താണ് അത് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ശരി, നിങ്ങൾ വിളിക്കുന്നതിന് കുറച്ച് മുന്നേ ഇവിടെ വന്നിട്ടുള്ളൂ. ശരി. അപ്പൊ അൽഫിന്റെ സ്ഥലം എവിടെയാണ്? നാട്ടിൽ എവിടെയാണ് അൽഫ്? ഞാൻ കോഴിക്കോടാണ്. അൽഫ് ഈ മനാഫിന്റെ കൂടെ വന്നതാണോ? മനാഫിന്റെ ബ്രദറാണ്, കൂടെ വന്നതാണല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പൊ മനാഫ് നേരത്തെ പറഞ്ഞു ഈ വണ്ടി വളരെ കണ്ടീഷൻഡ് ആണ്, പിന്നെ അതുകൊണ്ട് മണ്ണകത്ത് വണ്ടി പുതിയ വണ്ടി തന്നെയാണല്ലോ. അതെ. അപ്പൊ ഈ അർജുൻ അതിനകത്ത് എന്താണ് മനാഫ് അൽഫിന് തോന്നുന്നത്? അർജുൻ അവിടെ തന്നെ ആ വണ്ടിയിലുണ്ടാവും തന്നെയാണോ എനിക്ക് തോന്നുന്നത്. കാരണം രാവിലെ കിടന്നുറങ്ങിയതാണല്ലോ. കിടന്നുറങ്ങിയതായിരുന്നു അല്ലേ അവിടെ അല്ലേ? അതെ. ഈ നിങ്ങൾക്ക് എപ്പോഴാണ് അൽഫ് ഈ വിവരം കിട്ടുന്നത് ഈ വണ്ടി ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്നുള്ളത്? വണ്ടി കിട്ടുന്നത് 16-ാം തീയതി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പൊ അൽഫ്, സാധാരണ ഇപ്പൊ ബനാഫ് പറഞ്ഞത് നേരെ അങ്കോല സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു എന്നാണ്. എന്നിട്ട് അവര് കാര്യമായിട്ട് ഗൗനിച്ചില്ലേ? ഇല്ല, ഗൗനിച്ചില്ല. അതല്ല പ്രശ്നമായത്. അതിലിപ്പം നിങ്ങളൊക്കെ വിളിച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതെ അൽഫ്, എങ്ങനെയെങ്കിലും നമുക്ക് അർജുനെ കണ്ടെത്തണമല്ലോ. അതെ. അത് ഇവരെന്താ ചെയ്യാത്തതെന്നുള്ള ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അവിടെ ഒന്ന് മാന്തി കഴിഞ്ഞാൽ വണ്ടീന്റെ ഫ്രണ്ട് കിട്ടിക്കുകയാണെങ്കിൽ ഓപ്പൺ ആക്കാൻ കഴിയായിരുന്നു. മണ്ണൊരു 4 ആളെ ഹൈറ്റിൽ മണ്ണുണ്ട് ആ ഭാഗത്ത്, വണ്ടി നിർത്തിയിടുന്ന ഭാഗത്ത്. അൽഫ്, അവരും പേടിച്ചിട്ടാണോ ഇനി അവിടെ ഈ കൂടുതൽ മണ്ണിടിച്ചിട്ടുണ്ടാവും? ഇവിടെ മണ്ണിടിച്ചില് സാധ്യത ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. മണ്ണ് സാധ്യതയുള്ള സ്ഥലമാണ്. നമ്മൾ അവിടുന്ന് ഞാനിപ്പോ അങ്ങോട്ട് മനാഫ് എടുത്ത് പോയപ്പോ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. കാണാൻ കഴിയുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പുറത്തേക്ക് വിടുന്നില്ല. അൽഫിന് അവിടെ നിന്ന് ഇപ്പോൾ എല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലേ? കാണാൻ പറ്റുന്നുണ്ട്. ശരി. അൽഫ്, അവിടെ നിന്നുള്ള വീഡിയോസ് അൽഫിന് അയച്ചു തരാൻ പറ്റുമല്ലോ അല്ലേ? പറ്റും. ശരി അൽഫ്, അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഞങ്ങൾക്ക് തരണം. കാരണം അറിയാമല്ലോ അൽഫ്, ഇപ്പോൾ ഈ കേരളത്തിന് പുറത്തുള്ള മലയാളികളൊക്കെ ഈ വാർത്ത കണ്ട് എന്താണ് അർജുന് സംഭവിച്ചിട്ടുണ്ടാവുക, അർജുൻ തിരിച്ചു വരില്ലേ എന്നൊക്കെയുള്ള നമ്മളെല്ലാം വളരെ ആകാംക്ഷയിലാണല്ലോ. അപ്പൊ എന്ത് വിവരം ഉണ്ടെങ്കിലും അൽഫ് ഞങ്ങൾ അറിയിക്കണം. ദൃശ്യങ്ങൾ പറ്റാവുന്നത്ര അയച്ചു തന്നെ ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം അവിടെ എത്തും. കേട്ടോ അൽഫ്? ശരി. ഓക്കെ, താങ്ക് യു. ഈ ലോറി ഉടമ മനാഫിന്റെ സഹോദരൻ അൽഫാണ് നമ്മളോട് സംസാരിച്ചത്. അൽഫ് പറയുന്നത് ഇപ്പോഴും ഈ ലോറി എവിടെ കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അവിടെ എത്തി മണ്ണ് മാന്താൻ തുടങ്ങിയിട്ടില്ല എന്നാണ്. 4 പേർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവർ മണ്ണ് മാന്താൻ തുടങ്ങുമ്പോഴേക്കും മഴ വരുന്നു. പിന്നെ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് അൽഫുവിനെ പറയുന്നു. കാരണം ഏത് സമയവും മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാഹചര്യം ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവരുടെ അപകട മേഖല തന്നെയാണ്. പക്ഷേ റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്ന ഒരു പരാതി കൂടി അൽഫിനുണ്ട്. ഏതായാലും ഈ തിരച്ചിൽ വളരെ ഊർജിതമായി നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തുടർന്നും നമുക്ക് അൽഫിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം. ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം തന്നെ അരുൺ പൂപ്പറമ്പ സംഭവ സ്ഥലത്തെത്തും. യാത്രാമധ്യയാണ്. കർണാടക അങ്കോലയിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനായുള്ള തിരച്ചിൽ നിർണായക വഴിത്തിരിവ്. ലോറി അകപ്പെട്ട സ്ഥലം കണ്ടെത്തിയെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. GPS വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന തുടങ്ങി. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് വ്യാപക പ്രതിസന്ധി. ഇന്ത്യയിൽ ഉൾപ്പെടെ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സേവനം നിലച്ചു. ഗവർണർക്ക് വീണ്ടും തിരിച്ചടി. കേരള MG മലയാളം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം ഹൈക്കോടതി തടഞ്ഞു. BJP സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് K സുഭാഷിനെ തിരികെ വിളിച്ച RSS. ഉത്തര കേരളത്തിന്റെ ചുമതലയുള്ള സഹസമ്പർക്ക് പ്രമുഖായി പുതിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. തിരുവനന്തപുരം ചിറയൻകീഴ് മൂന്നാറ്റുമുക്ക് കനാലിൽ വീണ് വിദ്യാർത്ഥി മരിച്ചു. ഒഴുക്കിൽപ്പെട്ട ചിറയൻകീഴ് സ്വദേശി പ്രിൻസിന്റെ മൃതദേഹം കണ്ടെത്തി. എറണാകുളത്ത് H1N1 ബാധിച്ച് 4 വയസ്സുകാരൻ മരിച്ചു. ചികിത്സയിലിരിക്കെ മരിച്ചത് ആലങ്ങാട് ഒളനാട് സ്വദേശി ലിയോൺ ലിബു.
കൊല്ലം ചടയമംഗലത്ത് ജുവലറിയിൽ പട്ടാപ്പകൽ ജീവനക്കാരുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് മോഷണ ശ്രമം. മോഷണം നടന്നത് പോരേടം റോഡിൽ പ്രവർത്തിക്കുന്ന ശ്രീലക്ഷ്മി ജുവലറി. സംസ്ഥാനത്ത് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ 4 ആഴ്ചയ്ക്കുള്ളിൽ ഹെൽത്ത് കാർഡ് എടുത്തില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കനത്ത മഴയെ തുടർന്ന് കാപ്പാട് ബീച്ചിൽ നാളെ മുതൽ സന്ദർശകർക്ക് വിലക്ക്. 3 ദിവസത്തേക്ക് പ്രവേശനമില്ല. അങ്കോലയിൽ മണ്ണിനടിയിൽ അകപ്പെട്ട അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. അർജുൻ ഓടിച്ചിരുന്ന വാഹനം ലോറി എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് നേരത്തെ അല്പം മുൻപ് അൽഫ് അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞത്. ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പ യാത്രാമധ്യയാണ്. അരുണിന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയും. അരുൺ, അങ്കോലയിൽ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്ന ലോറി എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. പ്രതികൂല കാലാവസ്ഥയാണ് പ്രധാനപ്പെട്ട തടസ്സം. കനത്ത മഴ അവിടെയുണ്ട്. മാത്രമല്ല കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടി നിലനിൽക്കുന്നു എന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് അരുൺ നൽകാനുള്ളത്? ഗോപികൃഷ്ണൻ, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതായത് ശക്തമായ മഴയുണ്ട്. ഒരു ഘട്ടത്തിൽ മഴ അല്പമൊന്ന് മാറി നിന്നെങ്കിൽ പോലും ഇപ്പോൾ ശക്തമായ മഴ അവിടെ പെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ വീണ്ടും ഈ മണ്ണിടിച്ചിലുള്ള സാധ്യത നേരത്തെ തന്നെ ഈ രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. അത് ഈ നിലവിലുള്ള ഈ മൺകൂന ഈ കുന്നിനോട് ചേർന്നാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും അവിടുന്ന് വലിയ തോതിൽ ഈ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ കൂടുതൽ മുകളിൽ നിന്ന് മണ്ണ് താഴേക്ക് പതിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് അവർ പറയുന്നത്. അവിടുത്തെ ആ സ്ഥലത്തിന്റെ ഒരു ഭൂപ്രകൃതി കൂടി അങ്ങനെയാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. മഴ ഇപ്പോഴും തുടരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ നിലവിൽ ഇപ്പോൾ ഈ GPS ലൊക്കേഷൻ ലഭിച്ചുവെങ്കിൽ പോലും അവിടെ കൃത്യമായി അവിടെ ഈ തെരച്ചിൽ നടത്താൻ സാധിക്കുന്നില്ല. 2 വശത്തു നിന്നായി ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുകയാണ്. അതിനുശേഷമായിരിക്കും ഇത് കുഴിച്ചെടുത്ത് കൂടുതൽ കൃത്യമായ ലൊക്കേഷനിൽ ഒരു മണ്ണ് നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുക. നിലവിൽ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മൺകൂനയുടെ 2 വശങ്ങളിൽ നിന്ന് ആദ്യം മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ കൃത്യമായി കുറച്ചുകൂടി ഉള്ളിലോട്ട് ഈ രക്ഷാപ്രവർത്തകർക്ക് പോയി കൃത്യമായി GPS ലൊക്കേഷൻ കാണിക്കുന്ന സ്ഥലത്ത് ആ പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണ്ണ് എന്തായാലും നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ എന്തായാലും നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ ലോറി ഉള്ളത് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം അതിൽ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളുണ്ട്. ഈ അർജുന്റെ ഫോൺ ലൊക്കേഷൻ ഈ പുഴയോട് ചേർന്നല്ല ഉള്ളത് എന്ന് സൈബർ സെൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ GPS ലൊക്കേഷനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നേരത്തെ ഈ പുഴയിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ ജില്ലാ ഭരണകൂടം പങ്കുവച്ചിരുന്നു. എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള സാധ്യതകളിലേക്ക് എന്തായാലും രക്ഷാപ്രവർത്തനം പോകുന്നില്ല. നേരത്തെ നേവി ഒരു ഘട്ടത്തിൽ പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും ആ തെരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ച് പൂർണ്ണമായും ഇവിടെ തന്നെയാണ്, അതായത് ഈ മൺകൂന ഉള്ള സ്ഥലത്ത് തന്നെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. രക്ഷാപ്രവർത്തനം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് അവിടുന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ നിലവിലെ ഈ സാഹചര്യം, അവിടുത്തെ ഭൂപ്രകൃതി, നിലവിൽ ആ സ്ഥലത്തിന്റെ ഒരു സ്ഥിതി എല്ലാം കുറച്ച് വഷളായിട്ടുണ്ട്. കാരണം ഈ മണ്ണ് എന്നതിനപ്പുറത്തേക്ക് ഇത് കൂടുതൽ വെള്ളം വീണ് ചളി ആയി രൂപപ്പെട്ടിട്ടുണ്ട്. അത് നീക്കം ചെയ്യുക വലിയ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അങ്ങനെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ശരി, പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. അതേസമയം തന്നെ പ്രതികൂലമായ കാലാവസ്ഥ ഈ തിരച്ചിലിന് തടസ്സം നിൽക്കുന്നുണ്ട്, വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. കനത്ത മഴ തുടരുന്നു എന്നുള്ളതും കൂടുതൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട് എന്നതുമൊക്കെ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന വിഷയമാണ്. ഏതായാലും അർജുന്റെ മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കേരളം കാത്തിരിക്കുകയാണ്. കേരളത്തിന് പുറത്തുള്ള മലയാളികളെയും ഈ വാർത്ത കാണുമ്പോൾ അർജുന് കുഴപ്പങ്ങളില്ലാതെ മടങ്ങിവരാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്. ഏതായാലും തിരച്ചിൽ എത്രത്തോളം ഊർജിതമായി മുന്നോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് മറ്റെല്ലാ കാര്യങ്ങളും. അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ കാത്ത് ആകാംക്ഷയോടുകൂടി, ആശങ്കയോടുകൂടി കുടുംബം കോഴിക്കോട്ട് കാത്തു നിൽക്കുകയാണ്. അവിടെ നിന്ന് സമീർ സി മുഹമ്മദ് നേരത്തെ നൽകിയ വിവരമനുസരിച്ച് കുടുംബത്തിന് ഉള്ള ഏക ആശ്വാസം രാവിലെ 10:32 വരെ ആ ഫോൺ കോൾ ഉണ്ടായിരുന്നു. അതായത് ഫോൺ റിംഗ് ചെയ്തിരുന്നു, ഫോൺ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഫോൺ ലൊക്കേഷൻ എന്നത് ലോറിയുടെ ലൊക്കേഷനിൽ നിന്ന് വേറൊരു സ്ഥലത്താണ് എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന വിവരങ്ങളാണ്. ഏതായാലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ഊർജിതമായി നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴും
ലോറി എവിടെ കിടക്കുന്നു എന്ന് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ്. അങ്കോലയിലേക്കുള്ള യാത്രാ മധ്യയാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പ. അരുൺ ആയിരുന്നു ഇതുവരെയും ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. അരുണിലേക്ക് വീണ്ടും. അരുൺ, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും നിലവിൽ അതായത് ഈ ലോറിയുടെ GPS ലൊക്കേഷൻ ലഭിച്ച ഇടത്ത് അതിന്റെ രണ്ടു വശങ്ങളായിട്ടുള്ള മണ്ണാണ് ഇപ്പോൾ നീക്കം ചെയ്യുന്നത്. കൃത്യമായി ആ ലൊക്കേഷനുള്ള ഏകദേശം ഉള്ള ലൊക്കേഷനാണ്. അത് നമുക്ക് കൃത്യമായി അവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ആ ഇടത്ത് ഈ മണ്ണ് കുഴിച്ചുകൊണ്ടുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ ചെറിയ തടസ്സം നേരിടുന്നുണ്ട് എന്നതാണ് നേരത്തെ അവിടെ നിന്ന് പങ്കുവച്ച വിവരം. അതായത് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഈ പൂർണ്ണമായും രണ്ടു വശങ്ങളിലുള്ള മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തകർക്ക് അല്പം കൂടി ഉള്ളിലോട്ട് കടന്ന് ഈ കൃത്യമായി പറയണ ഈ ലൊക്കേഷനിലേക്ക്, അതായത് GPS പറയുന്ന ലൊക്കേഷനിലേക്ക് കുറച്ചുകൂടി അടുത്തോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. അത് ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. വളരെ എളുപ്പത്തിൽ അത് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. കാരണം നിലവിൽ തന്നെ അവിടെ നിരവധിയായിട്ടുള്ള JCBകൾ, തൊഴിലാളികൾ, അതോടൊപ്പം ലോറികൾ എത്തിച്ച് ഈ രണ്ടു വശങ്ങളിലുള്ള മണ്ണുകൾ നീക്കം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നമുക്കൊരു മണ്ണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അതൊരു വലിയ കുന്നാണ്. ആ കുന്ന് അതുപോലെ തന്നെ ഇടിഞ്ഞ് ഈ റോഡരികിലേക്ക് വീഴുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അപകടത്തിന്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഇത്ര പ്രതിസന്ധി ഇതിൽ നേരിടില്ലായിരുന്നു എന്ന് നമുക്ക് ഏകദേശം ശരി. അരുൺ പൂപ്പറമ്പയാണ് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പ ഇപ്പോൾ ഷിരൂരിലേക്കുള്ള യാത്രാ മധ്യയാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ, തത്സമയ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ നമുക്ക് എത്താൻ കഴിയും. ഇപ്പോൾ അരുൺ നൽകുന്ന ഏറ്റവും പുതിയ വിവരം എന്നത് ഈ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ തിരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണം കനത്ത മഴ അവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്. മാത്രമല്ല ആ പ്രദേശത്ത് ചെളി മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. മണ്ണ് ഇടിച്ചിൽ എന്നത് ഏത് സമയവും സംഭവിക്കാവുന്ന മറ്റൊരു വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യതകളൊക്കെ മുൻനിർത്തി വളരെ എളുപ്പത്തിൽ തെരച്ചിൽ നടത്തുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടി ഇനിയും മണിക്കൂറുകൾ നമ്മൾ ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഇതിൻ്റെയൊക്കെ രത്നച്ചുരുക്കം. അവിടെ നിന്നുള്ള തത്സമയ റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെയാണ് നമ്മൾ ഈ വൈകുന്നേരം കണ്ടത്. ഇനി അങ്ങോട്ടും തുടർന്നും ഇത്തരം വാർത്തകളിലേക്ക് തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. ഇപ്പോൾ കിട്ടിയതുമായി പ്രേക്ഷകർക്കൊപ്പം ഇനി ചേരുന്നു TK റീജിത്തും സോനാജെറിയും ഉടൻ. നമസ്കാരം.